കലൂർ സ്റ്റേഡിയത്തിൽ കൂട്ടനൃത്തം നടത്താൻ അനുമതി തേടി GCDA ചെയർമാൻ കെ ചന്ദ്രൻപിള്ളയെയാണ് മൃദംഗവിഷൻ ആദ്യം സമീപിക്കുന്നത്. എന്നാൽ അത് പരിഗണിക്കാനാവില്ലെന്ന് കാട്ടി GCDA എസ്റ്റേറ്റ് വിഭാഗം അപേക്ഷ തള്ളിയതായി രേഖകളിൽ വ്യക്തം. 2025 ഏപ്രിൽ വരെ സ്റ്റേഡിയം ബ്ലാസ്റ്റേഴ്സ് നൽകിയിരിക്കുകയാണ്. ടർഫ് അന്താരാഷ്ട്ര നിലവാരത്തിൽ സജ്ജീകരിച്ചതാണെന്നും ഫുട്ബോളിന് മാത്രമാണ് സ്റ്റേഡിയം നൽകുന്നതെന്നും ചൂണ്ടിക്കാട്ടിയായിരുന്നു എസ്റ്റേറ്റ് വിഭാഗത്തിന്റെ നടപടി. എന്നാൽ ഈ തീരുമാനം പിന്നീട് ഉന്നത ഇടപെടലിൽ അട്ടിമറിക്കപ്പെട്ടു. ശരവേഗത്തിലായിരുന്നു കാര്യങ്ങൾ. ഇതിന് നേതൃത്വം നൽകിയത് ചെയർമാൻ കെ ചന്ദ്രൻപിള്ളയാണെന്ന് രേഖകളിൽ തെളിയുന്നു. ബ്ലാസ്റ്റേഴ്സിന്റെ NOC കിട്ടി ടർഫിനെ ഒഴിവാക്കിയുള്ള പരിപാടിയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് സ്റ്റേഡിയം നൽകുന്നതിന് ന്യായീകരണമായി പറഞ്ഞിരുന്നത്. ചന്ദ്രൻപിള്ളയുടെ നിർദ്ദേശപ്രകാരമാണ് വാടക നിശ്ചയിച്ചതും. സംഭവം വിവാദമായതോടെ GCDA എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗം ചേർന്നു. ഇവിടേക്ക് പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ് എത്തിയതോടെ സ്ഥലത്ത് സംഘർഷം. പിന്നാലെ പോലീസ് എത്തി പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കി. സ്റ്റേഡിയം മൃദംഗവിഷന് നൽകിയതിലെ തന്റെ ഇടപെടലിനെ ന്യായീകരിക്കുകയാണ് കെ ചന്ദ്രൻപിള്ള. എന്നാൽ വിവാദം കത്തിപ്പടർന്നതോടെ മൃദംഗവിഷന്റെ അനാസ്ഥ കൊണ്ട് അപകടത്തിലേക്ക് നയിച്ച സംഭവങ്ങളിൽ അന്വേഷണം പ്രഖ്യാപിച്ചു. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ SS ഉഷയെ സസ്പെൻഡും ചെയ്തു. കായിക ഇതര ആവശ്യങ്ങൾ കൊടുക്കാൻ പാടില്ല, നിയമത്തിലില്ല. ആവശ്യമാണെങ്കിൽ കൊടുക്കുകയും ഇനിയും ഭാവിയിലും കൂടുതൽ ആവശ്യങ്ങൾ കൊടുക്കാൻ തന്നെയാണ് GCD ആഗ്രഹിക്കുന്നത്. GCDയുടെ ഭാഗത്തു നിന്ന് കരാറിൽ പറഞ്ഞ കാര്യങ്ങൾ ഉറപ്പുവരുത്തുന്നതിനകത്ത് വേണ്ടത്ര ജാഗ്രതയോടുകൂടി ഒരു അന്വേഷണം വന്നില്ല എന്നുള്ളത് ഞങ്ങൾ കണ്ടു. അങ്ങനെ കണ്ടതിനെ തുടർന്ന് ഞങ്ങളുടെ സൈറ്റ് എഞ്ചിനീയർ ആ ചുമതല നിർവഹിക്കേണ്ടത് വേണ്ടത്ര നിർവഹിച്ചോ എന്നുള്ള കാര്യം വിശദമായി പരിശോധിക്കുമ്പോൾ തന്നെ അവരെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യാനും തീരുമാനിച്ചു. സംഭവങ്ങളിൽ GCDA ന്യായീകരിക്കാതിരുന്ന മേയർ M അനിൽകുമാറിനെതിരെ ചന്ദ്രൻപിള്ള പരോക്ഷ വിമർശനവും നടത്തി. ഇതിനിടെ എസ്റ്റേറ്റ് കമ്മിറ്റിയുടെ തീരുമാനം അട്ടിമറിച്ചതിനു പിന്നിൽ അഴിമതിയെന്ന് ചൂണ്ടിക്കാട്ടി ചന്ദ്രൻപിള്ളയ്ക്കെതിരെ കൊച്ചി സ്വദേശി ചെഷയർ ടാർസൺ വിജിലൻസിന് പരാതി നൽകി. ടർഫിന് കേടുപാടുണ്ടോ എന്ന് പരിശോധിക്കണമെന്ന് ബ്ലാസ്റ്റേഴ്സ് കൂടി ആവശ്യപ്പെട്ടതോടെ വിഷയം കൂടുതൽ സങ്കീർണമായിരിക്കുകയാണ്. തട്ടിക്കൂട്ട് സ്റ്റേജ് നിർമ്മിച്ചത് വഴി മൃദംഗവിഷൻ കാട്ടിയത് വലിയ തെറ്റും ഗുരുതര വീഴ്ചയുമാണ്. എല്ലാ കാര്യങ്ങളിലും സംഘാടകർക്ക് ഒത്താശ ചെയ്ത അധികാര കേന്ദ്രങ്ങൾക്കും ഇതിൽ നിന്ന് ഒഴിയാൻ കഴിയില്ല. അവരും കുറ്റക്കാരാണ്. GCDA ഉൾപ്പെടെയുള്ളവർ പല ചോദ്യങ്ങൾക്കും മറുപടി പറഞ്ഞേ മതിയാകൂ. ക്യാമറമാൻ ജോയ്സിയാറിനൊപ്പം S രാഗിൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.